ഹായ് ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരു ബർത്ത്ഡേ ആഘോഷമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, അപ്പോൾ എൻ്റെ മാലാഖ കുട്ടികളുടെ ബർത്ത്ഡേ ആണെന്ന്. ഇന്നിപ്പോൾ ബർത്ത്ഡേ ഏപ്രിൽ 28 ആയിരുന്നു. ഇപ്പം ഞാനിത് എഡിറ്റ് ചെയ്യണത് ഇപ്പോൾ 29 തീയതിയാണ്. ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. സമയം കിട്ടിയിട്ടില്ല, അവന്മാരൊട്ടും സമ്മതിക്കണില്ല. അപ്പോൾ ഞാനിപ്പോൾ കിട്ടിയ സമയം കൊണ്ട് വോയിസ് ഒക്കെ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ചെറിയൊരു ആഘോഷമായിരുന്നു. അപ്പോൾ ഇതുവരെ ഇപ്പോൾ 5 വയസ്സായി. അപ്പോൾ ഇതുവരെ വലിയ അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ മാത്രം അംഗൻവാടിയിൽ പോയിരുന്ന സമയത്ത് അങ്ങനെ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞ കാരണം അവിടെ അംഗൻവാടിയിൽ ചെറിയൊരു കേക്ക് വാങ്ങിച്ച് അവിടെ മുറിച്ചല്ലാണ്ട് നമ്മൾ ആഘോഷിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുവരെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ 5 വയസ്സായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെറിയൊരു ആഘോഷം നടത്താമെന്ന് കരുതി. അപ്പോൾ വേറെ ആരുമൊന്നുമില്ല, എൻ്റെ അമ്മയും ചേട്ടനും അച്ഛനും പിള്ളേരും പിന്നെ ആൻറ്റിമാർ 2 പേരും, അവർ 2 പേരും മാത്രം. അങ്ങനെ വേറെ ആൾക്കാരധികമൊന്നുമില്ല. അപ്പോൾ ആൻറ്റിമാരും പിള്ളേരും എല്ലാവരും കൂടി ബലൂൺ അതൊക്കെ വീർപ്പിക്കാനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും അതിൻ്റെ ഇടയിൽ കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി കൂടിയപ്പോൾ അങ്ങനെ ഭയങ്കര വർത്താനങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ ആൻറ്റി വീഡിയോ എടുക്കാനുണ്ട്, അപ്പോൾ ഹായൊക്കെ കൊടുക്കാനുണ്ട്. 2 പേരും അവിടെ ഇരുന്നു. വീഡിയോ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഹായൊക്കെ കൊടുത്ത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് ബലൂൺ ഒരു തീം ആയിട്ടുള്ള ഇതാണ് വാങ്ങിച്ചത്, ബാർബിയുടെ തീമായിട്ടുള്ള ബലൂൺ അതാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ബലൂൺ ഉണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ ബാനർ ഉണ്ടായിരുന്നു, മറ്റേ ഫോയിൽ കർട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ബാർബിയുടെ 2-3 ബലൂൺ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ലവ് ചിഹ്നത്തിൻ്റെ ബലൂൺ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ നമുക്ക് സ്ട്രിപ്പ് വേറെ വാങ്ങിച്ചതാണ് കേട്ടോ, ബലൂൺ ഇടാനുള്ള സ്ട്രിപ്പ് കണ്ട. ഞാനിപ്പോൾ ആ സ്ട്രിപ്പിലേക്ക് ബലൂൺ വീർപ്പിച്ചിട്ട് ആ സ്ട്രിപ്പിലേക്ക് ഇടാണ്. അതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൊച്ച് ഉറങ്ങണമായിരുന്നു കേട്ടോ, നിച്ച് ഉറങ്ങണമായിരുന്നേ. അപ്പോൾ അവനിപ്പോൾ എണീറ്റ് വന്നപ്പോൾ ബലൂണൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിൽ കുറേ ബലൂണൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്നുള്ള കളിയാണ്. അതെടുത്ത് തട്ടിക്കളിക്കലും പിടിക്കലൊക്കെയാണ് അവിടെ കിടന്നു. അപ്പോൾ അതിൽ ഇടയ്ക്ക് ചേട്ടനും അമ്മയും അച്ഛനും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞത് ചേട്ടൻ്റെ ഇളയാൾ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു ഇങ്ങനെ ബലൂണൊക്കെ കണ്ടപ്പോൾ എന്താണ് സംഭവം എന്ന് നോക്കിയിരിക്കണേന്. അപ്പം അച്ഛനും ശ്രീയും ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ പറയും കേട്ടോ, അച്ഛനൊക്കെ ഞാനും വിളിക്കണത്, പിള്ളേർ വിളിക്കണ പോലെയൊക്കെ ഞാൻ വിളിക്കും. അപ്പോൾ ശ്രീയും ഇങ്ങനെ എല്ലാവരും ആൻറ്റിമാരൊക്കെ കൂടി അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അതിൻ്റെ ഇടയിൽ കൂടി ഉറക്കം മാറിയിട്ടുണ്ടായിരുന്നില്ല, ഒച്ചയൊക്കെ കേട്ടപ്പോൾ എണീറ്റ് വന്നാണ്. അപ്പോഴേക്കും 2 മേക്കപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വന്ന്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കുട്ടികളായിട്ടൊക്കെ ഇരുന്ന് തല്ലടിക്കാണ്ട് ഒച്ചെടുക്കാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിലും മേക്കപ്പൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫറൊക്കെ കൊടുത്തിട്ടാണ് മര്യാദക്കൊക്കെ നിർത്തുന്നത്, അല്ലാതെ ഒരു രക്ഷയില്ല 2. അപ്പോൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെറുതെ അവന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് തോണ്ടിക്കൊണ്ട് പോകണേ ഉള്ളൂ. അങ്ങനെ അപ്പം അവന്മാർക്ക് വെറുതെ തൊട്ടാൽ കിട്ടിയാൽ മതി, ഇട്ടിട്ടുണ്ടായില്ലെന്നൊന്നും പ്രശ്നമൊന്നുമില്ല. മേക്കപ്പിൻ്റെ സാധനം അതെടുത്ത് കൈ പിടിച്ചൊന്ന് തോണ്ടിയാൽ മതി. അപ്പോൾ കണ്ണൊക്കെ എഴുതി ഐഷാഡോ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു 2. അപ്പം ഞാൻ ബലൂണിൻ്റെതൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് 2 ആൾക്കാരെയും വന്ന് റെഡിയാക്കാമെന്ന് എഴുതി വന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണെഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സുന്ദരിയായിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം നല്ല ഇതായിട്ടൊക്കെ നിന്ന് തരും, നല്ല രീതിയിൽ നിന്നൊക്കെ തരും. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് എഴുതാനൊക്കെ പറ്റും. അപ്പോൾ കണ്ണൊക്കെ എഴുതി അതിൻ്റെ ഇടയിൽ കൂടി ഓരോന്നൊക്കെ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ചേട്ടനും അവിടെ നിന്ന് ഓരോരോ കമൻറ്റൊക്കെ പാസ്സാക്കണുണ്ടായിരുന്നു. അതാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. ചേട്ടൻ ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കണമായിരുന്നു മേക്കപ്പൊക്കെ ഇട്ട് വേണ്ടിയിട്ട്. അപ്പോൾ അത് ആദ്യം ക്യൂ പോലെ വന്ന് നിൽക്കുകയാണ്, പുറയിൽ വന്ന് നിൽക്കുകയാണ്. അടുത്തത് എനിക്ക് ചെയ്തതിനൊന്നും പറഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. അടുത്തത് ആദ്യം വന്ന് മാലയൊക്കെ ഇട്ട്. അപ്പോൾ മാല ഉണ്ടായിരുന്നില്ല, റെഡ് കളർ ഡ്രസ്സിനിടാൻ പറ്റിയ മാല ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് വാങ്ങിച്ചിട്ടും വന്നതാണ്. ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കാനായിട്ട് 2 ആൾക്കും ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഇപ്പോൾ വീഡിയോ എടുക്കണില്ലേ അമ്മച്ചി ചോദിച്ച് വരലാണ്. അപ്പോൾ അച്ചോടി ഇരിക്കുന്നുണ്ട് കണ്ട, ചേട്ടൻ്റെ വൈഫാണ് അച്ചു. അപ്പോൾ അച്ചോടി ഇരിക്കുന്നുണ്ട്, ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, മേക്കപ്പ് ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പേരുടെ മേക്കപ്പും കാര്യങ്ങളും, മേക്കപ്പ് എന്ന് പറയാൻ 2 പേരൊന്നുമില്ല, കണ്ണെഴുതി പൊട്ടും തൊട്ട് കൊടുത്ത് റായൊക്കെ വെച്ച് കൊടുത്ത്. അപ്പോൾ അവരുടെ റെഡിയാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതെ ഇതാണ് ഡെക്കറേഷൻ. വലിയതായിട്ടൊന്നുമല്ല, എന്നാലും ഒരുവിധം കുഴപ്പമില്ലാതെ നല്ല രീതിയിലൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത്. അപ്പോഴേക്കും ചിറകും ബട്ടർഫ്ലൈയുടെ ചിറകും, തലയിൽ ബട്ടർഫ്ലൈ, കയ്യിൽ ബട്ടർഫ്ലൈ എല്ലാനും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുകയാണ് 2 പേരും. കേക്കൊക്കെ വെച്ചു.
ഒരുക്കം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ആൻറ്റിമാർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻറ്റിമാർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൻറ്റിമാർ അത് ഒരുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ഇതാണ് ചേട്ടൻ്റെ മക്കളാണ് രണ്ടുപേരും, ഇതാൺകുട്ടനും നവനീതും. ഉണ്ണിക്കണ്ണാന്നാണ് ഞങ്ങൾ മൂത്താൾ വിളിക്കുന്നത്. ഇതാണ് എൻ്റെ അമ്മ. അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മെഴുകുതിരി അതിൻ്റെ അടുക്ക് 5ൻ്റെ മെഴുകുതിരി ഒന്ന് ഒടിഞ്ഞു പോയി. അപ്പോൾ അതൊന്ന് കൂട്ടിച്ചേർക്കാനുള്ള തത്രപ്പാടിലാണ് ചേട്ടനും ശ്രീയൊക്കെ കൂടി അവിടെ. പിള്ളേർ രണ്ടുപേരും എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി കേക്കും കൂടി മുറിച്ചാൽ മതി. കുറേ നേരമായി കേക്കിൽ കണ്ണം നട്ടിരിക്കണത്. എപ്പോൾ മുറിക്കുമെന്ന് ചോദിച്ച് നിൽക്കുകയാണ് കുറച്ച് നേരമായിട്ട്. അപ്പോൾ എല്ലാനൊക്കെ ഇട്ട് നല്ല സുന്ദരികളെ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരെയും കാണാനായിട്ട്. ചിറകൊക്കെ വെച്ച് കഴിഞ്ഞ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ഇതേ കേക്ക് മുറിക്കാൻ പോവുകയാണ്. അച്ഛനും മോനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതിന് കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു. അപ്പോൾ അതേ നിച്ചുവിന് വായിൽ വെച്ചപ്പോൾ നിച്ചു കേക്ക് കണ്ടപ്പോൾ മുതൽ കേക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ ചേച്ചിമാരിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതേ അച്ഛൻ കൊടുത്തോണ്ടിരിക്കണേണ് ചേച്ചിമാരിക്ക്. ഇനിയിപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ടൊക്കെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കണം. അതിനെ ഇതാ അമ്മച്ചി, എൻ്റെ അമ്മേനെ അമ്മ കൊടുക്കുകയാണ് കേട്ടോ, പിള്ളേർക്ക് കൊടുക്കണേന് കേക്ക്. അപ്പോൾ അതേ നിച്ചു ചെന്നേക്കണേന് എനിക്കും വേണമെന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ എല്ലാവരും പറയാൻ നടന്നുകൊണ്ടിരിക്കണേട്ട് ഇങ്ങനെ എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതേ ചേട്ടൻ വരും. ഇതാണ് എൻ്റെ ചേട്ടൻ. അതേ ചേട്ടൻ വന്നിട്ട് അപ്പോൾ അവിടെ അപ്പുറം ആൻറ്റി വീട്ടിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നീങ്ങി നിൽക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കണേന്. അപ്പോൾ അതേ രണ്ടുപേരും കഴിച്ച് ഇത് അച്ചു വന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതേ അച്ചു രണ്ടുപേർക്കും ഇപ്പോൾ കൊടുക്കും. രണ്ടുപേരും നല്ലോണം കഴിച്ചുകൊണ്ടിരിക്കേണ്ട കേക്ക്. അങ്ങനെ തണുത്ത സാധനങ്ങളൊന്നും അധികം കൊടുക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ അവന്മാരെ സമ്മതിക്കണില്ല. അപ്പോൾ അങ്ങനെ പിന്നെ പോട്ടേന്ന് വെച്ച് കൊടുത്തോണ്ടി. ഇപ്പോൾ അതേ ഇനി അമ്മുവാൻ്റി, പിള്ളേരുടെ അമ്മുവാൻ്റിയാണത്. അപ്പോൾ അമ്മുവാൻ്റി കൊടുത്തോണ്ടിരിക്കുകയാണ്. അമ്മുവാൻ്റി 3 ആൾക്കും കൊടുക്കണ്ട കേട്ടോ. നിച്ചു എല്ലാവരും പറയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അവനിങ്ങനെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ചേട്ടനാണ് പിള്ളേരുടെ, ഉണ്ണിക്കണ്ണൻ ചേട്ടൻ. ചേട്ടൻ്റെ മൂത്ത മോനാണ് കേട്ടോ അത്. അപ്പോൾ അതേ ഉണ്ണിക്കണ്ണൻ വന്ന് പിള്ളേർക്ക് രണ്ടുപേർക്കും കേക്കൊക്കെ കൊടുത്തിട്ട് പോയി. അപ്പോൾ അടുത്തത് ചെറുതായിട്ടൊരു ചെറിയ രീതിയിലൊരു ലഘു ഭക്ഷണം ഉണ്ടായിരുന്നു. പത്തിരിയും ചിക്കൻ കറിയും. പത്തിരി ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ചിക്കൻ കറി ഇവിടെ വീട്ടിൽ ഉണ്ടാക്കി നമ്മൾ. അപ്പോൾ അതൊക്കെ കഴിച്ച് ചെറിയൊരാഘോഷമായിരുന്നു. അത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അതിന് ശേഷം ആൻറ്റിമാരുടെ വക ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. പക്ഷേ നിൽക്കൂല, രണ്ടാളും എന്തോരം പറഞ്ഞു കഴിഞ്ഞാലും നിൽക്കൂല. അവളന്മാർ ഒരു കണക്കിന് നിർത്തി ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാനൊന്ന് ചെന്ന് വീഡിയോ എടുത്തിട്ടും വന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും ഒരുങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടാളും. അപ്പോൾ അതേ ചെറിയൊരു ഫോട്ടോഷൂട്ടൊന്നും പറയാനില്ല. വെറുതെ രണ്ടുപേരും കൂടി നിൽക്കണ നല്ലൊരു ഫോട്ടോ മര്യാദയൊക്കെ ഒന്നും കിട്ടാറില്ല. ഇപ്പോൾ ചെറുതിലെ നമ്മളെ പിടിച്ച് നിർത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വലുതാകുമ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടും. അപ്പോൾ അങ്ങനെ ഒരു കണക്കിന് പിടിച്ച് നിർത്തി 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് പിടിച്ച് നിർത്തിയേക്കണേ ആൻറ്റിമാർ. അതേ മര്യാദയ്ക്ക് നിന്ന് മാലാഖമാരുടെ വടിയൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ തൊപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെക്കാനായിട്ട്. അപ്പോൾ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ആ ബാൻഡ് വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ കാരണം തൊപ്പി വെച്ചിട്ടുള്ള ഫോട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ആ തൊപ്പി കൊണ്ടുവന്ന് വെച്ചിട്ട് 2 ഫോട്ടോ എടുക്കാനും പറഞ്ഞുകൊണ്ട് അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ടാറ്റയൊക്കെ തരാനായിട്ട് എല്ലാവർക്കും. അപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാവരെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.